കായ ബജി ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിക്കായ എന്ന് പറയുന്ന ഒരു 5 കായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞങ്ങളൊക്കെ ബജിക്കായ എന്ന് പറയും, പിന്നെ ചട്ടിക്കായ എന്നും പറയും ഇതിനെ കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇനി തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കാം. തൊലി കളയാണ്ട് നമുക്ക് ചെയ്യാം. ഇത്ര കനത്തിലാണ് നമ്മൾ സാധാരണ കായ ബജിക്ക് നമ്മൾ കഷ്ണങ്ങളാക്കാം. ഈ കന പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള കായ വേവാതെ പോവും. അതുകൊണ്ടാണ് ഇത്ര കന പാടുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ബജി ഉണ്ടാക്കാനുള്ള പാവ് ശരിയാക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ്, ഈ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് കടലമാവ് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, അതിന് മുന്നേ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് സോഡ, ബേക്കിംഗ് സോഡ, ഒരു ചെറിയ സ്പൂണ് കായപ്പൊടി. ആദ്യം തന്നെ ഇതെല്ലാതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. വെള്ളം അധികമായി പോയാൽ പിന്നെ മുക്കിയിട്ട് ഇടാൻ പറ്റാത്ത വിധത്തിലാവും, പിടിക്കില്ല ഒന്നും. അപ്പോൾ അതിനൊരു പാകമുണ്ട്. അത് ഞാൻ ഇളക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാകമായിട്ടുണ്ട് കണ്ട. വിട്ട് വിടണം, വീഴണം അതിൽ നിന്ന് കണ്ട, അങ്ങനെ വീഴണം. അപ്പോൾ എനിക്ക് 1.5 ഗ്ലാസ് കടലമാവ് ഞാനെടുത്തത്. അതിനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആവശ്യം വന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്നെണ്ണം ഇടാനേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ പാത്രത്തിൽ. അപ്പോൾ ഓരോരുത്തരുടെ പാത്രത്തിനനുസരിച്ച് മുക്കി ഇട്ട് കൊടുക്കുക. കൂടുതലിട്ട് ചിലപ്പോൾ അങ്ങനെ കുറേ തടഞ്ഞിട്ട് അത് വേവാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉള്ളിലത്തെ കായ വേവണം, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇത്തിരി ഫുള്ളിലിട്ടിട്ട് പിന്നെ ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ കായ ഉള്ളിലത്തെ വേവിച്ചാണ്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ അതിൽ ആ തരി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അരിപ്പിയാണെങ്കിൽ ഒരു എളുപ്പമുണ്ട്. ആ തരിയൊക്കെ ഇങ്ങനെ പോന്നോളും ഉണ്ടാ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അങ്ങനെ വലിയ പാത്രം ഉണ്ടെങ്കിൽ വേഗം ഇട്ടിട്ടാണ്ട് എടുക്കാം കേട്ടോ. പിന്നെ കായ്ക്ക് വലിപ്പമുണ്ട് എൻ്റെ, അപ്പം അത് വീതിയുള്ള കാരണം അല്ലെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഇടായിരുന്നു. ഇപ്പോൾ കായ ബജി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ ബജി. നമുക്ക് കട്ടൻ ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഈവനിങ്ങിൽ കട്ടൻ ചായയാണ്. കട്ടൻ ചായയുടെ ഒപ്പം നമ്മുടെ നല്ല എരിവുള്ള കായ ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ എൻ്റെ ചായ ഉണ്ടോ ഇന്നത്തെ ഈവനിങ് സ്നാക്ക്. എൻ്റെയും അപ്പൂൻ്റെയും ചായയാണ് ബജി. താങ്ക് യു.